ഇങ്ങനെ മൂക്കി പിടിക്കുന്നതിന് പകരം ദീപക് മിശ്രാജി ഇങ്ങനെ മൂക്കി പിടിക്കാൻ നോക്കിയതാണ്. അതായത് ഇങ്ങനെ പറയുന്നതിന് പകരം വളഞ്ഞ വഴി യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ ഒരു കളമൊരുക്കാൻ വേണ്ടി ജസ്റ്റിസ് ദീപക് മിശ്ര എന്ന ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി വളഞ്ഞ വഴി മൂക്കി പിടിച്ചതാണ്. വലിയ രീതിയിൽ എല്ലാ വർഷത്തെയും പോലെ നമ്മുടെ അനന്തപുരിയുടെ അഭിമാനമായി, കേരളത്തിന്റെയും ഭാരതത്തിന്റെയും അഭിമാനമായി നമ്മുടെ ആറ്റുകാൽ പൊങ്കാല വരട്ടെ. ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീകളുടെ സംഗമമാണ് വരട്ടെ. ഞങ്ങൾ ആറ്റുകാൽ പൊങ്കാലയുടെ കാര്യമൊക്കെ സുപ്രീം കോടതിയിലും ശബരിമല കേസിന്റെ വാദത്തിന്റെ ഭാഗമായി പറഞ്ഞു. അതുകൊണ്ട് ആറ്റുകാലമ്മയ്ക്ക്, പ്രത്യേകിച്ച് ആറ്റുകാലമ്മയുടെ പ്രതിനിധികളായിട്ടാണ് അവർ വരുന്നത്, ആറ്റുകാലമ്മയുടെ ആ പ്രതിനിധികൾക്കും ആറ്റുകാലമ്മയ്ക്കും ഭഗവതിക്ക് പ്രണാമങ്ങൾ അർപ്പിച്ചിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ഇത് 10 മിനിറ്റ് മാത്രം എടുക്കുന്ന ശബരിമല സുപ്രീം കോടതിയിലെ വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ്. ഇവിടെ വരുമ്പോൾ തിരുവനന്തപുരം പ്രസ് ക്ലബിലെ ആൾക്കാർക്ക് ഒരു പ്രത്യേക നന്ദി പറയേണ്ട ആവശ്യം കൂടിയുണ്ട്. ആ നന്ദി എന്ന് പറഞ്ഞാൽ ഏകദേശം 7-8 വർഷങ്ങൾക്ക് മുമ്പ് ശബരിമല സുപ്രീം കോടതി വിധിന്യായം വന്നപ്പോൾ ഇതേ പ്രസ് ക്ലബിൽ താഴെ ഇരുന്നാണെന്ന് മാത്രമേ ഉള്ളൂ ആയിരുന്നു ആദ്യ പ്രസ് മീറ്റ് അല്ലെങ്കിൽ പത്രസമ്മേളനം വിളിച്ചത്. അന്ന് ഇവിടുത്തെ പ്രസ് ക്ലബ് ഭാരവാഹികൾക്കും ഞങ്ങൾക്കും ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ജില്ലാ കോടതിയുടെ ഒരു വിധി വന്നാൽ അതിനെതിരെ പത്രസമ്മേളനം വിളിക്കാൻ പോലും നമുക്ക് പേടിയാണ് ഉണ്ടാകുക. അന്ന് സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ചിന്റെ വിധിന്യായം വന്നിട്ട് എനിക്ക് ഇന്നും ഓർമ്മയുണ്ടാവും. അന്നത്തെ ഭാരവാഹികളുടെ പേരൊക്കെ മറന്നുപോയി. ഞങ്ങൾ എല്ലാവരും ഒന്ന് പകച്ചു. സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ചിന്റെ വിധിയാണ്, അതിനെതിരെ ഒരു പത്രസമ്മേളനം വിളിക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും, കോടതി ഇലക്ഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമോ തുടങ്ങിയ ഒരുപാട് പേടികൾ അന്നുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ പത്രസമ്മേളനത്തിലെ അല്ലെങ്കിൽ അന്നത്തെ പ്രസ് ക്ലബ് ഭാരവാഹികളടക്കം വളരെ ശക്തമായി തന്ന ഒരു ധൈര്യവും മറ്റുമാണ് ഇന്ന് ശബരിമല ആ വിഷയത്തിൽ വിജയിച്ചു നിൽക്കാനുള്ള കാരണം. ഞാനത് രാവിലെ ഇറങ്ങിയപ്പോൾ എന്റെ അമ്മ പറയുകയായിരുന്നു, അന്ന് പത്രക്കാർ കാഷ്വലി പറഞ്ഞു വിട്ടത്തിൽ പറയുകയായിരുന്നു, അന്ന് നമ്മളെല്ലാം എന്ത് പേടിച്ചാണ് പത്രസമ്മേളനം വിളിച്ചത്. കാര്യം സുപ്രീം കോടതിയുടെ 5 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിക്കെതിരെ ഒരു പത്രസമ്മേളനം വിളിക്കുക എന്ന് പറഞ്ഞാൽ അന്ന് അസാധ്യവും അചിന്തിയവുമായി തോന്നിയിരുന്ന ഒരു കാര്യമാണ്. അന്ന് തോക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്ന, അതായത് അവസാന ഘട്ടത്തിൽ തകർന്നു വീഴുമെന്ന് ഉറപ്പുണ്ടായിരുന്ന ഒരു അവസരത്തിൽ പോലും വിശ്വാസികൾ ഒരുമിച്ച് നിന്ന് പോരാടിയ ഒരു വിഷയം ഇന്ന് സുപ്രീം കോടതിയിൽ 9 അംഗ ഭരണഘടനാ ബെഞ്ചിൽ എത്തിയിട്ടുണ്ട്. പെട്ടെന്ന് അതിന്റെ 2-3 കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് ഇന്ന് സുപ്രീം കോടതി ശബരിമല കേസ് പരിഗണിക്കുമ്പോൾ അത് ഇന്ത്യയുടെ ചരിത്രത്തിലെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കേസായി മാറുന്നത്? 2, സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? 3, ഞങ്ങൾ ഭക്തർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ്? ഈ കാര്യമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോ സുപ്രീം കോടതിയുടെ 9 അംഗ ബെഞ്ചിന്റെ പരിഗണനയിലേക്കാണ് ശബരിമലയും അനുബന്ധമായ 7 ചോദ്യങ്ങളും വരുന്നത്. ഇത് ഹിന്ദു സമൂഹത്തിന് മാത്രമല്ല, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, പാഴ്സി അടക്കം ഇന്ത്യയിലെ എല്ലാ വിശ്വാസ വിഭാഗങ്ങളെയും ബാധിക്കുന്ന ഒരു കേസായി മാറിയിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ച് അത് 7 അംഗ ബെഞ്ചിനും 7 അംഗ ബെഞ്ച് പിന്നീട് 9 അംഗ ബെഞ്ചിനും റഫർ ചെയ്യുകയും സുപ്രീം കോടതി എന്ത് തീരുമാനം എടുത്താലും എന്ത് നിലപാടെടുത്താലും കേശവാനന്ദ ഭാരതി കേസ് പോലെ ദശാബ്ദങ്ങൾ, ഒരുപക്ഷെ നൂറ്റാണ്ടുകൾ നിലനിൽക്കുന്ന വിധിയായി, പ്രീസിഡന്റായി, കീഴ്വഴക്കമായി അത് മാറും എന്നുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ വളരെ ആലോചിച്ചെഴുതിയതും ഞങ്ങളുടെ സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റിനോടക്കം വെരിഫൈ ചെയ്തതുമാണ്. അതുകൊണ്ട് അതിന്റെ 2-3 വരികൾ വായിച്ചിട്ട് ഇതിലേക്ക് വരാം. സുപ്രീം കോടതിയിലെ ശബരിമല കേസ് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. ഇതിന് ആദ്യം വേണ്ടത് ദേവസ്വം ബോർഡിന്റെ സത്യവാങ്മൂലം കുറെ കൂടെ ശക്തമാക്കണം. കഴിഞ്ഞ തവണ വളരെ വേദനയും വിഷമത്തോടെ പറയട്ടെ, ആരെയും കുറ്റം പറയാനല്ല, ദേവസ്വം ബോർഡിന്റെ സത്യവാങ്മൂലം എഴുതിയിട്ട് സത്യവാങ്മൂലത്തിൽ പറയാനുള്ള കാര്യങ്ങൾ പറയാതെ വേറെ കാര്യങ്ങൾ പറയാനായി വാസു സാറിനെ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ സുപ്രീം കോടതിയിലേക്ക് വിട്ടിരുന്നു. അന്ന് റിപ്പോർട്ട് ചെയ്തവർക്ക് ഒരുപക്ഷെ ഓർമ്മ കാണും. ഒന്ന് ആലോചിക്കണം, ദേവസ്വം ബോർഡ് അയ്യപ്പന്റെ കാശെടുത്ത് നിലനിൽക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അയ്യപ്പനെതിരെയാണ് കോടതിയിൽ വാദിച്ചത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 1248 അല്ലെങ്കിൽ 1250 ക്ഷേത്രങ്ങളുണ്ട്. ആ 1250 ക്ഷേത്രങ്ങളെയും താങ്ങി നിർത്തുന്നത് സ്വാമി അയ്യപ്പനാണ്. കേരളത്തിലേക്ക് കോടിക്കണക്കിന് ഭക്തജനങ്ങളെ കൊണ്ടുവരുന്ന സ്വാമി അയ്യപ്പനാണ്. ആ സ്വാമി അയ്യപ്പനെതിരെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ വാദിച്ചത്. അത് വാദിച്ചത് എങ്ങനെ? എവിടെയും തൊടാത്തൊരു അഫിഡവിറ്റ് കൊടുത്തു. എന്നിട്ട് വാസു സാറിനെ മുഖ്യമന്ത്രി വേറെ വിട്ട് അവിടുത്തെ അഡ്വക്കേറ്റിനെ കൊണ്ട് ജെൻഡർ ഇക്വാലിറ്റിയാണ് പ്രധാനമെന്ന് വാദിപ്പിച്ചു. ശബരിമലയിൽ വീഴുന്ന കാശെടുത്ത് ശബരിമലക്കെതിരെ വാദിച്ചതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. പോട്ടെ, പഴയ കാര്യങ്ങളാണ്, ഇത് പറയുന്നില്ല. ഇന്ത്യയിലെ സുപ്രീം കോടതിയുടെ 9 അംഗ ബെഞ്ച് ശബരിമല വിശ്വാസ സംബന്ധമായ കേസ് ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, പാഴ്സി അടക്കമുള്ള വിശ്വാസങ്ങൾക്കും ഈ വിധി ബാധകമാകും. കുറെ കൂടെ മൗലികമായി പറഞ്ഞാൽ ആർട്ടിക്കിൾ 25, 26 എന്ന ഫണ്ടമെന്റൽ റൈറ്റ്, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശത്തിന്റെ നിലനിൽപ്പ് ഈ വിധിയെ ആശ്രയിച്ചായിരിക്കും. അതായത് ഞങ്ങൾ വാദിക്കുന്നത് എന്താ? ശബരിമലയിൽ അയ്യപ്പൻ ഒരു നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്.
ഈ വിശ്വാസം കാത്തു സൂക്ഷിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. അത് നൽകുന്നത് ആർട്ടിക്കിൾ 25. ഇതാണ് നമ്മൾ വാദിക്കുന്ന കാര്യം. ആ ആർട്ടിക്കിൾ 25 നിലനിൽപ്പ് തന്നെ, ആർട്ടിക്കിൾ 25 എന്ന ഫണ്ടമെന്റൽ റൈറ്റ് ടു ഫെയ്ത്ത്, അല്ലെങ്കിൽ ഈശ്വര വിശ്വാസം, മതവിശ്വാസം, ആത്മീയ വിശ്വാസം, എന്ത് പേര് വിളിച്ചാലും ആ ഫണ്ടമെന്റൽ റൈറ്റിന്റെ നിലനിൽപ്പ് തന്നെ ഈ കേസിനെ ബാധകമാക്കി, അല്ലെങ്കിൽ കേസിനെ അടിസ്ഥാനമായിരിക്കും നിൽക്കുന്നത്. ഇതിൽ ഭരണഘടനാ ചോദ്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ എതിർവാദം ഞങ്ങൾ അനുകൂലിക്കുന്നില്ല, പക്ഷെ അവരെ ബഹുമാനിക്കുന്നു. ഫെമിനിസ്റ്റുകളും പുരോഗമനവാദികളും സ്വയം വിളിക്കുന്നവരും ആർട്ടിക്കിൾ 14 പരമാവധി ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഒരു ആർട്ടിക്കിൾ 14ന്റെയും 25ന്റെയും ബാലൻസ് അഥവാ സന്തുലനം ഈ കേസിൽ വേണ്ടി വന്നേക്കാം, സംശയമൊന്നുമില്ല. അപ്പോ അതിന്റെ ബാലൻസ് എന്താണ്, ആർട്ടിക്കിൾ 25ന്റെ പരിധിയും പരിമിതിയും എന്താണ് തുടങ്ങിയ അടിസ്ഥാന ഭരണഘടനാ ചോദ്യങ്ങൾ ഈ വിഷയത്തിൽ ഉയർത്തപ്പെടുകയും പരിഗണനയിൽ വരികയും ചെയ്യും. ഞാൻ കഴിഞ്ഞ കേസിൽ കക്ഷിയാണ്. കഴിഞ്ഞ കേസിൽ മാത്രമല്ല, കഴിഞ്ഞ 20 വർഷം 2006 മുതൽ ഈ വിവാദം ഉണ്ടായത് മുതൽ 2007 തുടങ്ങി കോടതിയിൽ കഴിഞ്ഞ 19-20 വർഷമായിട്ട് പോകുന്ന വ്യക്തിയാണ്. ആദ്യഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് ആരും സപ്പോർട്ട് ചെയ്യാനില്ലാത്ത ഘട്ടത്തിൽ ഒറ്റയ്ക്ക് ഞാൻ മാത്രമായിട്ടിരുന്ന് കേസ് കേട്ട സന്ദർഭങ്ങളുണ്ട്. അതായത് ശബരിമല കേസ് വിളിക്കുമ്പോൾ കേരള ഗവൺമെന്റ് ആൾക്കാർ കാണില്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആൾക്കാർ കാണില്ല, ഞാൻ മാത്രമായി സ്വന്തമായി കാശ് മുടക്കി ഡൽഹിയിൽ പോയി സുപ്രീം കോടതി ഇരുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. പക്ഷെ ഇന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അത് വളരെ നല്ലതാണ്. സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും 2 റിക്വസ്റ്റാണ്. ഒന്ന്, ദേവസ്വം ബോർഡിന്റെ അഫിഡവിറ്റ് വീക്കാണ്. ദേവസ്വം ബോർഡിന്റെ അഫിഡവിറ്റ് ദുർബലമായൊരു അഫിഡവിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ചില കാര്യങ്ങൾ പറഞ്ഞാൽ എന്താ പറയുക, പ്രകോപനവും ചലഞ്ചിങ്ങും ആവുന്നതുകൊണ്ട് ദേവസ്വം ബോർഡ് അഫിഡവിറ്റിൽ എഴുതിയിരിക്കുന്ന കാര്യമൊന്നും പറയുന്നില്ല. പക്ഷെ ദേവസ്വം ബോർഡിന്റെ അഫിഡവിറ്റ് വീക്കാണ്. ശബരിമല ഹിന്ദു ക്ഷേത്രമാണോ എന്ന തർക്കം പോലും ഉണ്ടെന്ന് മുമ്പ് നമ്മുടെ മിനിസ്ട്രിയും ദേവസ്വം ബോർഡും കൊടുത്ത അഫിഡവിറ്റിലൊക്കെ ഉണ്ട്. ഇതൊക്കെ വിവാദ വിഷയങ്ങളായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ശബരിമല എന്ന ഹിന്ദു ക്ഷേത്രത്തിന്റെ, ബഹുസ്വരതയുടെ ക്ഷേത്രത്തിന്റെ, വാവരും വെളുത്തയും അടക്കം മുസ്ലിം ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന ഹിന്ദു ക്ഷേത്രത്തിന്റെ അടിസ്ഥാന സ്വഭാവം നൈഷ്ഠിക ബ്രഹ്മചര്യമാണ്, എറ്റേണൽ സെലിബേറ്റ് ആണ് എന്ന വസ്തുത വളരെ ശക്തമായിട്ടുണ്ട്. ഈ സത്യം തിരിച്ചറിഞ്ഞ് ദേവസ്വം ബോർഡിന്റെ സത്യവാങ്മൂലം ശക്തമാക്കേണ്ട ആവശ്യമുണ്ട്. കേരള സർക്കാരിനോടും അഭ്യർത്ഥിക്കാനുള്ളത് കുറെ കൂടെ ശക്തമായ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നാണ്. അത് ഹിന്ദു വോട്ടുകൾക്ക് വേണ്ടിയോ NSSനെ ഭയന്നോ പ്രക്ഷോഭങ്ങൾ ഭയന്നോ ആകരുത്. പകരം ശബരിമലയുടെ ഭാഗത്താണ് ന്യായം എന്ന തിരിച്ചറിവ് കാരണമാകണം. ഇത് പത്രക്കാരോട് ഞാൻ അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കൂ. ശബരിമലയിൽ എവിടെയാണ് സ്ത്രീ വിവേചനം? ഓരോ വർഷവും 10,000-കണക്കിന് സ്ത്രീകളാണ്, ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ശബരിമലയിൽ വരുന്നത്. ശബരിമലയിൽ എന്ത് സ്ത്രീ വിവേചനമാണ് ഉള്ളത്? ശബരിമലയിൽ ഉള്ളത് ഒരു പ്രായ നിയന്ത്രണമാണ്. അതിനോട് നിങ്ങൾക്ക് യോജിക്കാം, വിയോജിക്കാം. ഇപ്പൊ നിങ്ങൾ പുരോഗമനവാദിയാണ്, നിങ്ങൾ ലെഫ്റ്റിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വിയോജിക്കാം, നമുക്ക് യാതൊരു എതിർപ്പില്ലത്. പക്ഷെ ശബരിമലയിൽ എവിടെയാണ് സ്ത്രീ വിവേചനം? അതുകൊണ്ടാണ് ശബരിമലയിൽ നിന്ന് എടുത്ത ഫോട്ടോ തന്നെ 2ാമത്തെ പേജിൽ കൊടുത്തിരിക്കുന്നത്. ഈ പ്രക്ഷോഭത്തിൽ ആദ്യം അറസ്റ്റിലാകുന്നത് എന്റെ മുത്തശ്ശി ദേവകി യന്ത്രജനമാണ്. ശബരിമലയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്യുന്നത്. 2ാമത് അറസ്റ്റിലാകുന്നത് എന്റെ അമ്മ മല്ലികാ നമ്പൂതിരിയാണ്. 3ാമത് പ്രയാർ ഗോപാലകൃഷ്ണൻ സാറും 4ാമത് ഞാനുമാണ്. മുത്തശ്ശി ജീവിച്ചിരിക്കുന്നില്ല, പ്രയാർ ഗോപാലകൃഷ്ണൻ സാർ ജീവിച്ചിരിപ്പില്ല. ഞങ്ങളെല്ലാം, ഞാൻ 3 തവണ ജയിലിൽ കിടന്നു, 10-20 ദിവസം ജയിലിൽ കിടന്നതാണ്. ഞങ്ങൾ ജയിലിലും പട്ടിണി കിടന്നതാണ്, നിരാഹാരം കിടന്നതാണ്. ഇതിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ അർത്ഥസത്യങ്ങൾ പറഞ്ഞ് ഒരു ക്ഷേത്രത്തെ, വിശ്വാസത്തെ കേസ് തോപ്പിക്കാൻ ചില ആൾക്കാർ ശ്രമിച്ചു എന്നുള്ളതാണ് ഇതിന്റെ സത്യം. ഒന്ന് ആലോചിച്ച് നോക്കുക. ശബരിമലയിൽ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് സ്ത്രീകൾ വരുമ്പോ സ്ത്രീ വിവേചനമുണ്ട് എന്ന് പറഞ്ഞാണ് കേസ് നിൽക്കുന്നത്. നേരെ തിരിച്ച് ശബരിമലയിലെ പ്രായ വിവേചനം എന്നാണ് ഈ കേസ് വിളിക്കുന്നതെങ്കിൽ കേസ് തീർന്നു. അതുകൊണ്ടാണ് അവരങ്ങനെ വിളിക്കാത്തത്. ശബരിമലയിൽ ഒരു പ്രായ വിവേചനം, അതായത് പ്രായത്തിന്റെ വ്യത്യാസം, 10 മുതൽ 50 വയസ്സ് വരെയുള്ള യൗവനയുക്തങ്ങളായ സ്ത്രീകൾ കയറാൻ പാടില്ല. ഇതാണ് ശബരിമലയിലെ വിശ്വാസം. ഇനി ആ വിശ്വാസത്തിന്റെ കാര്യം എന്താ? നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് അയ്യപ്പൻ എന്ന വിശ്വാസമാണ്. ഇത് വിശ്വസിക്കാതിരിക്കാനുള്ള എല്ലാ അവകാശവും നമ്മുടെ നാട്ടിലെ ആൾക്കാർക്കുണ്ട്. പക്ഷെ വിശ്വസിക്കുന്ന ഞങ്ങളെ പോലുള്ളവർക്ക് അത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സ്ഥലമാണ് ശബരിമല. ഇത്രയേ ഉള്ളൂ കാര്യം. ഇത് വിശ്വസിക്കാതിരിക്കാനുള്ള എല്ലാ അവകാശവും നമ്മുടെ നാട്ടിലെ ആൾക്കാർക്കുണ്ട്. അത് വിശ്വസിക്കുന്നവർക്ക് പ്രാക്ടീസ് ചെയ്യാനൊരു സ്ഥലം. അപ്പോ ശബരിമലയിൽ എല്ലാ വർഷവും 10,000-കണക്കിന് ലക്ഷക്കണക്കിന് സ്ത്രീകൾ വരുന്നുണ്ട്. ശബരിമല പ്രക്ഷോഭത്തിൽ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്റെ മുത്തശ്ശി ദേവകി യന്ത്രജനമാണ്. സ്ത്രീകൾക്ക് ശബരിമലയിൽ യാതൊരു വിലക്കുമില്ല. യുവതികൾക്ക് ഒരു പ്രായ നിയന്ത്രണം മാത്രമാണുള്ളത്. അതിന്റെ കാരണം അവിടുത്തെ പ്രതിഷ്ഠാസങ്കല്പം നൈഷ്ഠിക ബ്രഹ്മചാര്യം ആണെന്നുള്ളതാണ്. ഈ വിഷയങ്ങൾ മറച്ചുവെച്ച് പല കോണുകളിൽ നിന്ന് സ്വാർത്ഥ താല്പര്യങ്ങൾ, അജണ്ടകൾ അടിച്ചേൽപ്പിക്കാനുള്ള നീക്കമുണ്ടായി. അതാണ് 2018-2019 ശബരിമല മഹാപ്രക്ഷോഭമായി മാറിയത്. ഇന്ത്യയിലെ 12 സംസ്ഥാനങ്ങളിൽ 6ഓളം രാജ്യങ്ങളിൽ വിശ്വാസ പ്രക്ഷോഭങ്ങൾ, നാമജപ ഘോഷയാത്രകൾ നടന്നു. ഹിന്ദു വിശ്വാസികൾക്ക് വലിയ പിന്തുണയാണ് മുസ്ലിം ക്രിസ്ത്യൻ സഹോദര സമുദായങ്ങളിൽ നിന്ന് കിട്ടിയത്.
അയ്യോ, ഞാൻ അന്ന് ഈ വരി കൂടെ പറഞ്ഞ് നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് എടുക്കാം. അന്ന് ഞാൻ പറഞ്ഞപ്പോ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, നമ്മുടെ ചാനലിലെ പല സുഹൃത്തുക്കളും ഉണ്ട്. ഞാനപ്പോ ഒരു പ്രത്യേക ചാനൽ അവതാരകന്റെ കൂടെ ഇരുന്ന് വളരെ വൈകാരികമായി സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്റെ നെഞ്ചിൽ ചവിട്ടിയ ശബരിമലയിൽ യുവതികൾ കയറും. അടുത്തൊരു ചാനലിൽ പോയപ്പോൾ ആ ചാനലുകാർ എന്നോട് പറഞ്ഞു, നമ്മുടെ ചാനലിൽ കൂടെ അത് പറയണേ. ഞാൻ ചോദിച്ചു, ഞാൻ വിചാരിച്ചു അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരല്ല, എതിർക്കുന്ന ആൾക്കാരാണ്. ഞാൻ പറഞ്ഞു, പിന്നെ എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഇന്നും ഓർമ്മയുണ്ട്. അതായത് നാളെ നിങ്ങളൊക്കെ എന്തായാലും തോക്കുമല്ലോ. അപ്പൊ നാളെ ശബരിമലയിൽ യുവതികൾ കയറി ഇറങ്ങുമ്പോൾ സൈഡിൽ നിന്ന് ഈ ഡയലോഗ് ഇട്ട് ട്രോൾ ചെയ്യാനാണ് എന്ന് അവരൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇന്നും അത് ഓർമ്മയുണ്ട്. അവരോട് ദേഷ്യമൊന്നും ഉണ്ടായിട്ട് പറയുന്നതല്ല. പക്ഷേ അന്ന് അത് പറഞ്ഞപ്പോ ഒരുപാട് പേര് സീരിയസ് ആയിട്ട് എടുത്തില്ല. സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ചിന്റെ വിധിന്യായമല്ലേ, നിങ്ങൾ എന്തായാലും തോക്കുമെന്ന് വിചാരിച്ചു. നമ്മൾ വിശ്വാസികൾ ജയിച്ചേണ്ട കാര്യം ഞങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ സത്യം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ക്യാമ്പയിന്റെ പേര് മണികണ്ഠ ടു മഹാത്മാ എന്നായിരുന്നു. മണികണ്ഠസ്വാമി, അയ്യപ്പസ്വാമി മുതൽ മഹാത്മാഗാന്ധി വരെ ആ വിഷയത്തിൽ ഞങ്ങൾ ജയിച്ചതിന്റെ കാര്യം ഇന്ന് നിലപാട് CPM അടക്കം വഹിച്ചതിന്റെ കാരണം ആദ്യം ഓർമ്മ കാണും ഒരുപക്ഷെ മുതിർന്ന ആൾക്കാർക്ക്, ഒരു രാഷ്ട്രീയ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യാനില്ലായിരുന്നു. പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളിലെ പല പ്രമുഖരും, പേര് പറയുന്നില്ല, ഇപ്പൊ അവർക്ക് ഓർക്കുമ്പോൾ വേദനയായിരിക്കും, അവരെല്ലാം ശബരിമല വിശ്വാസത്തെ ആദ്യം എതിർക്കുകയായിരുന്നു. അവരെല്ലാം പിന്നീട് നിലപാട് മാറ്റി ശബരിമലയെ അനുകൂലിച്ച് വരാൻ കാരണം ഞങ്ങൾ വിശ്വാസികൾ പറയുന്നതിൽ സത്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ആ സത്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അന്നും ഇന്നും എന്നത്തെയും നിലപാട് അയ്യപ്പ വിശ്വാസികളായ ഞങ്ങളുടെ നെഞ്ചിൽ ചവിട്ടി മാത്രമേ ശബരിമലയിൽ യുവതികൾ കയറൂ എന്നുള്ളതാണ്. അത് ഇന്നലത്തെയും ഇന്നത്തെയും നാളത്തെയും നിലപാടാണ്. ഇല്ലെങ്കിൽ രാത്രി ഇരുട്ടിന്റെ മറവിൽ ട്രാൻസ്ജെൻഡേഴ്സ് ആണെന്ന് പറഞ്ഞ് ഒളിച്ചു കിടക്കുകയാണെങ്കിൽ ശരിയാണ്. അങ്ങനെ പറ്റിക്കാനും പുറകിൽ നിന്ന് കുത്താനും ആണെങ്കിൽ സംശയമൊന്നുമില്ല, അത് തീർച്ചയായിട്ടും ഗവൺമെന്റ് ചെയ്യാൻ കഴിയും. ഞങ്ങളടക്കം ശബരിമലയ്ക്ക് 62 ദിവസം കാവലിൽ നിന്നതാണ്. ഞങ്ങളുടെ അടക്കം ആൾക്കാർ നിന്നപ്പോൾ രാത്രി പോലീസുകാർ 2 പേരെ, കനകാദുർഗയും ബിന്ദു അമ്മിണിയും കൊണ്ടുപോകും. അവിടുത്തെ ആൾക്കാർ ചോദിച്ചപ്പോൾ ദൂരെ സ്ത്രീകളാണെന്ന് തോന്നി. അപ്പം സാറേ സ്ത്രീകളല്ലേ ചോദിച്ചു. അല്ലല്ല, ഇവർ ട്രാൻസ്ജെൻഡേഴ്സ് ആണ്, ട്രാൻസ്ജെൻഡേഴ്സിന്റെ കാര്യത്തിൽ കോടതി ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാണ് രാത്രി അകത്ത് കയറ്റിയത്. അങ്ങനെ വരെ ചെയ്ത ആൾക്കാരും അവരോട് ദേഷ്യമൊന്നുമില്ല. ഇപ്പോഴത്തെ DAG ആയ ഹരിശങ്കർ സാറാണ് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ ശങ്കർദാസ് സാറിന്റെ മകനാണ് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തോടും ദേഷ്യമൊന്നുമില്ല. ശങ്കർദാസ് സാറിനെ അറസ്റ്റ് ചെയ്തതെന്നാണ് ഞാൻ ഉറപ്പുള്ള എല്ലാവരുടെയും അഭിപ്രായം. ഇത്രയും പ്രായമായ മനുഷ്യനാണ്. നമ്മൾ ആരോടും പ്രതികാരം വെച്ച് ചെയ്യുന്നതല്ല. പക്ഷെ വിശ്വാസികളെ മനഃപൂർവ്വം ദ്രോഹിക്കാനുള്ള നിലപാടുകൾ അന്ന് എടുത്തിരുന്നു എന്നുള്ളത് സത്യമാണ്. CPM അതിന് രാഷ്ട്രീയപരമായ തിരിച്ചടി കിട്ടിയോണ്ടായിരിക്കണം CPM മാറിയത്. ഇന്ന് മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണെന്നൊക്കെ പറയുന്നത് സ്വാഗതാർഹമാണ്. പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഏത് നിലപാടിലേക്ക് വരണമെന്നും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ എടുത്ത നിലപാടിലേക്ക് എത്തിയാൽ മതി. ശ്രീ കടകംപള്ളി CPMന്റെ മുതിർന്ന നേതാവാണ്. കടകംപള്ളി സുരേന്ദ്രൻ ഈ വിഷയം നടക്കുമ്പോൾ ദേവസ്വം മന്ത്രിയാണ്. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ നല്ല സഖാവും നല്ല കമ്മ്യൂണിസ്റ്റുകാരനുമാണ്. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത് ശബരിമലയിലെ സുപ്രീം കോടതി വിധിന്യായം തെറ്റാണ് എന്നാണ്. ഇത് ഇത് കഴിഞ്ഞ അധ്യായമല്ല, അടഞ്ഞ അധ്യായമാണെന്നാണ്. ഇത് രാഹുൽ ഈശ്വർ എന്ന വിശ്വാസി പറയുന്ന കാര്യമല്ല. CPMന്റെ മുതിർന്ന നേതാവായ ശ്രീ കടകംപള്ളി, ഇന്നലെ BJPയുടെ ശ്രീപത്മനാഭൻജി ഒരു ചാനലിൽ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു, എന്ത് ചെയ്യാൻ പറ്റും, സുപ്രീം കോടതിയുടെ വിധിന്യായം തെറ്റായിരുന്നു. സുപ്രീം കോടതി ജഡ്ജിമാരെ വിമർശിക്കണമെന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷെ സുപ്രീം കോടതിയുടെ വിധിന്യായം തെറ്റാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. അതായത് ഒരു കോടതിയുടെ വിധിന്യായം തെറ്റാണെന്ന് പറയാനും ഈ വിധിന്യായത്തിന് അപ്പീൽ ചെയ്യാനുമുള്ള അവകാശം ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയും കോടതികളും സുപ്രീം കോടതിയും ഭരണഘടനയും നമുക്ക് നൽകുന്നു. ഇനിയെങ്കിലും CPM സർക്കാർ, പ്രത്യേകിച്ച് മന്ത്രി രാജീവ് അദ്ദേഹം അടക്കമുള്ളവർ, നമ്മുടെ മുഖ്യമന്ത്രി ശബരിമലയിലെ വിധിന്യായം, സുപ്രീം കോടതിയുടെ വിധി തെറ്റായിരുന്നു എന്ന് ശ്രീ കടകംപള്ളിയും ബാക്കിയുള്ള ആൾക്കാരും പറയുന്ന നിലപാടിലേക്ക് എത്തണം. അനുബന്ധമായി സത്യവാങ്മൂലം മാറ്റി കൊടുക്കണം. വിശ്വാസികളുടെ സെന്റിമെന്റ്സിനെ ഹേർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി മാത്രമല്ല നിങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടത്. ഞങ്ങൾ പറയുന്നതാണ് ന്യായം എന്നുള്ളത് കൊണ്ടാണ്, നമ്മൾ പറയുന്നതാണ് നീതി എന്നുള്ളത് കൊണ്ടാണ്, നമ്മുടെ ഭാഗത്താണ് ശരി എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ശബരിമലയിൽ സ്ത്രീ വിവേചനമില്ല, യുവതി പ്രവേശനം അല്ലെങ്കിൽ പ്രായ നിയന്ത്രണമാണുള്ളത്. ഒരു വാക്കും കൂടെ പറഞ്ഞ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട, നിങ്ങളുടെ അറിവിന് വേണ്ടി പറഞ്ഞാൽ ഇത്രയൊക്കെ ഇപ്പൊ ശബരിമലയിൽ നമ്മുടെ ഭാഗത്താണ് നീതിയും ന്യായവും എങ്കിൽ എങ്ങനെയാണ് സുപ്രീം കോടതി കേസ് ഇടണമെന്നൊരു ചോദ്യം വരില്ലേ? നമ്മുടെ ഭാഗത്താണ് ഇത്രയും നീതിയും ന്യായവും എങ്കിൽ, ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനത്തിന് വിലക്കൊന്നുമില്ലെങ്കിൽ, ശബരിമലയിൽ യുവതികൾക്ക് പ്രായ നിയന്ത്രണം മാത്രമേ ഉള്ളെങ്കിൽ, ഇത്രയും വർഷം കേസ് നടന്ന് സുപ്രീം കോടതിയിൽ 5 അംഗ ബെഞ്ചിന്റെ വിധി എങ്ങനെ വന്നു എന്നൊരു സ്വാഭാവിക ചോദ്യം ആൾക്കാർക്ക് തോന്നില്ലേ? ആ ചോദ്യത്തിന്റെ ഉത്തരം ഇങ്ങനെ നോക്കി പിടിക്കുന്നതിന് പകരം ദീപക് മിശ്രാജി ഇങ്ങനെ നോക്കി പിടിക്കാൻ നോക്കിയതാണ്. അതായത് ഇങ്ങനെ പറയുന്നതിന് പകരം വളഞ്ഞ വഴി യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ ഒരു കളമൊരുക്കാൻ വേണ്ടി ജസ്റ്റിസ് ദീപക് മിശ്ര എന്ന ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി വളഞ്ഞ വഴി നോക്കി പിടിച്ചതാണ്. അന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഒരു വിവാദം ഉണ്ടാകുകയും സുപ്രീം കോടതിയിൽ എനിക്ക് കോടതി ലക്ഷ്യത്തിന്റെ അടുത്ത് വരെ എത്തുകയും ചെയ്തു. പക്ഷെ നിങ്ങൾ ഓർക്കണം,
ഇന്ത്യയുടെ നീതിന്യായ സംവിധാനത്തിൽ ആദ്യമായി ഇംപീച്ച്മെന്റ് നേരിട്ട ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് ദീപക് മിശ്ര. ഇന്ത്യയുടെ നീതിന്യായ സംവിധാനത്തിൽ നമ്മുടെ സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടും ദി ഓൺലി ചീഫ് ജസ്റ്റിസ് ടു ഫേസ് ഇംപീച്ച്മെന്റ് പ്രൊസീഡിങ്സ്. അപ്പോ എത്രമാത്രം ഗൗരവമാണെന്ന് ആലോചിച്ച് നോക്കണം. ഇന്ത്യയുടെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെ ഇംപീച്ച് ചെയ്യാൻ 71 MP കൊടുക്കുകയും അവസാനം ഉപരാഷ്ട്രപതി ഇടപെട്ട് അദ്ദേഹത്തെ രക്ഷിച്ചെടുത്തു എന്നുള്ള മറ്റൊരു വിഷയം. അപ്പോ ആ വ്യക്തി ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റു ചില ഉദ്ദേശങ്ങൾ വെച്ചോ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കാനോ വളഞ്ഞ വഴി ചെയ്തതാണ്. രാഹുൽ ഈശ്വറിനെ വിശ്വസിക്കേണ്ട. ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഇത് ഒരു പ്രമുഖ ചാനലിൽ ഈ ഇത്രയും പച്ചക്കല്ല പക്ഷേ വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. ജസ്റ്റിസ് കുര്യൻ ജോസഫ് എന്ന മലയാളിയായ സുപ്രീം കോടതി ജഡ്ജി ഈ ബെഞ്ചിലുണ്ടായിരുന്നു. അദ്ദേഹത്തെ കേസിന്റെ പകുതിയിൽ മാറ്റിയതാണ്. ഇതിൽ നടന്ന സത്യങ്ങളാണ് ഞാൻ പറയുന്നത്, ആൾക്കാരെ കൂട്ടിയതാണ് പറയുന്നത്. ജസ്റ്റിസ് കുര്യൻ ജോസഫ് എന്ന കേരളത്തിന്റെ അഭിമാനമായ സുപ്രീം കോടതിയിൽ ഏറ്റവും കൂടുതൽ വിധിന്യായം എഴുതുന്ന ജഡ്ജി ശബരിമലയ്ക്ക് അനുകൂലമായിരുന്നു എന്നുള്ളത് കൊണ്ട് ഒരു ദിവസം ഹിയറിംഗ് കഴിഞ്ഞ് അടുത്ത ദിവസം വന്നപ്പോൾ പുള്ളി ബെഞ്ചിലില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതായത് ഒരു കോടതി കേസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്, അടുത്ത ദിവസം ഒന്നും പുള്ളി ബെഞ്ചിലില്ല. ഇത് അദ്ദേഹം നമ്മുടെ ജോണി ലൂക്കാസ് സാറിനോടുള്ള ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇതിന് കാലവും ഭാവിയും കണക്ക് പറയുന്നത്, അല്ലെങ്കിൽ കാലവും ഭാവിയും ചോദിക്കുമോ. ആ ചോദിച്ചതാണ് നമ്മൾ തെരുവുകളിൽ നാമജപ പ്രക്ഷോഭമായിട്ട് കണ്ടത്. അപ്പോ ചില അജണ്ടകൾ നടപ്പാക്കാനായി, പ്രത്യേകിച്ച് യൂണിഫോം സിവിൽ കോഡ് പോലുള്ള അജണ്ടകൾ നടപ്പാക്കാനായി വളഞ്ഞ വഴിയിലൂടെ ഹിന്ദു സ്ത്രീകൾക്ക് വേണ്ടി എന്തോ വലിയ ത്യാഗം ചെയ്തു, ഇനി മുസ്ലിം സ്ത്രീകളെ രക്ഷിക്കാൻ, ക്രിസ്ത്യൻ സ്ത്രീകളെ രക്ഷിക്കാനായിട്ട് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാം എന്ന ചില ആൾക്കാരുടെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ദീപക് മിശ്രാജി അടക്കമുള്ളവരുടെ അജണ്ടകൾ പുഷ് ചെയ്യാനാണ് നോക്കിയത്. നിങ്ങൾ കൊടുക്കണമെങ്കിൽ കൊടുത്താൽ മതി, അല്ലെങ്കിൽ എഴുതണ്ട. പക്ഷേ പ്രധാനമായിട്ട് കൊടുക്കേണ്ട വിഷയം ശബരിമല വിധിന്യായത്തിൽ ദേവസ്വം ബോർഡ് അഫിഡവിറ്റ് ശക്തമാക്കണം, സർക്കാർ വിശ്വാസികൾക്ക് അനുകൂലമായ നിലപാടെടുക്കണം. എടുത്തില്ലെങ്കിൽ നമ്മൾ ജയിക്കും, അത് വേറെ, പക്ഷേ എടുക്കണമെന്നുള്ളതാണ് അഭ്യർത്ഥന. കാരണം ദൂരവ്യാപകമായി ആർട്ടിക്കിൾ 25 എന്ന ഫണ്ടമെന്റൽ റൈറ്റിന്റെ നിലനിൽപ്പ്, നാളെ ഓരോ അമ്പലങ്ങളുടെയും നിലനിൽപ്പ് ഈ കേസ്, അല്ലെങ്കിൽ അമ്പലം മാത്രമല്ല, അമ്പലം, പള്ളി, വിഹാരം, ഗുരുദ്വാര, മോസ്ക് അടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കും. ഒരു കോൺസെപ്റ്റ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവത്തെ ഓർത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, അമ്പലം ഒരു പബ്ലിക് പ്ലേസ് അല്ല, പള്ളി ഒരു പബ്ലിക് പ്ലേസ് അല്ല. മുസ്ലിം പള്ളിയും ക്രിസ്ത്യൻ പള്ളിയും ബുദ്ധിസ്റ്റ് വിഹാരവും ജൂതന്മാരുടെ സിനഗോഗും സിഖുകാരുടെ ഗുരുദ്വാരയും പബ്ലിക് പ്ലേസ് അല്ല, അത് വിശ്വാസികളുടെ സ്ഥലമാണ്. അതായത് പബ്ലിക് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഒരു പബ്ലിക് പാർക്ക് പോലെയോ അല്ലെങ്കിൽ ടൂറിസ്റ്റ് സ്പോട്ട് പോലെയോ എവിടെയും എല്ലാവർക്കും നിയമങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഇല്ലാതെ ചെന്ന് കയറാൻ കഴിയുന്ന ഒരു സ്ഥലമല്ല. അമ്പലമല്ല, പള്ളിയല്ല, വിഹാരമല്ല. അതൊരു നമ്മുടെ, അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഹോം ഓഫ് ദി ഡീറ്റി. ദേവതയുടെ വീടാണ്, അയ്യപ്പന്റെ വീടാണ്, അല്ലെങ്കിൽ വിശ്വാസികളുടെ പ്രൈവറ്റ് സ്ഥലമാണ്, വിശ്വാസികളുടെ സ്വകാര്യ സ്ഥലമാണ്, വിശ്വസിക്കുന്നവരുടെ സ്വകാര്യ സ്ഥലമാണ്. അതിലേക്ക് നുഴഞ്ഞു കയറാനാണ് പല ആൾക്കാരും ശ്രമിച്ചത്. ആ സങ്കല്പങ്ങളെ ദുർബലപ്പെടുത്താനാണ് ശ്രമിച്ചത്. അപ്പം ചിലർക്കെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ചോദ്യം ഉണ്ടാവും, ഈ പണ്ട് ജാതീയത ഉണ്ടായിരുന്നില്ലേ, പണ്ട് ഉച്ചനീചത്വങ്ങൾ ഉണ്ടായിരുന്നില്ലേ? വളരെ ശരിയാണ്, ഉണ്ടായിരുന്നു. പക്ഷെ ശബരിമലയിൽ ഇല്ലായിരുന്നു എന്ന് 1991 കേസിൽ ഹൈക്കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓർക്കുക, കേരള ഹൈക്കോടതി 1991 എസ് മഹേന്ദ്രൻ വേഴ്സസ് ട്രാവൻകൂർ ദേവസ്വം ബോർഡിൽ കേരള ഹൈക്കോടതി എടുത്തെഴുതുന്നുണ്ട്, ചരിത്രത്തിൽ ഒരു കാലത്തും ശബരിമലയിൽ ജാതീയമായ ഉച്ചനീചത്വങ്ങൾ ഇല്ലായിരുന്നു, വർഗീയത ഇല്ലായിരുന്നു, എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് നിർത്തിയിരുന്നതാണ്. പാവരും വെളുത്തയും ഉണ്ട്, എല്ലാ ജാതി വിഭാഗങ്ങളും ഉണ്ട്. ഇത് ഹൈക്കോടതിയുടെ ഫൈൻഡിംഗ് ആയി ഹൈക്കോടതി വിധിന്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. അപ്പോ ശബരിമലയെ ബാക്കിയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി ഈ കേസിനെ ദുർബലപ്പെടുത്താൻ പലരും ശ്രമിക്കുന്നുണ്ട്. അത് ചെയ്യരുത് എന്നൊരു വിശ്വാസിയുടെ പ്രാർത്ഥനയായി, അപേക്ഷയായി നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. സുപ്രീം കോടതിയിൽ ഈ കേസിൽ കക്ഷിയാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ എഴുതി കൊടുക്കും. സർക്കാരിന്റെ, ദേവസ്വം ബോർഡിന്റെ അഫിഡവിറ്റ് ശക്തമാകണം, വിശ്വാസികളെ ശക്തമായി പിന്തുണയ്ക്കണമെന്ന് വളരെ താഴ്മയായി അഭ്യർത്ഥിക്കുകയും ചെയ്യും. ഏതെങ്കിലും രീതിയിലുള്ള ചോദ്യങ്ങൾ, കാര്യം സർക്കാരിന്റെ അഫിഡവിറ്റ് സ്ട്രോങ് ആകേണ്ടതിന്റെ ആവശ്യമുണ്ട്, ദേവസ്വം ബോർഡിന്റെ അഫിഡവിറ്റ് സ്ട്രോങ് ആകേണ്ടതിന്റെ ആവശ്യമുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലെ കള്ളത്തരം കാണിക്കരുത് എന്ന ആവശ്യമുണ്ട്. അതാണ് ശബരിമല നടന്നത്. അയ്യപ്പന്റെ കാശെടുത്ത് ദേവസ്വം ബോർഡ് അയ്യപ്പനെതിരെ വാദിച്ചു. അവിടെയാണ് അതിന്റെ സീരിയസ്നെസ് ഉണ്ടാകുന്നത്. തോൽപ്പിക്കാൻ എന്തൊക്കെ ശ്രമിച്ചു. NSS അടക്കമുള്ള മഹാപ്രസ്ഥാനങ്ങൾ വളരെ ശക്തമായി മുമ്പോട്ട് വരികയും SNDP അടക്കമുള്ളവർ പിന്തുണയ്ക്കുകയും ഹിന്ദു സമുദായം, RSS സംഘടനകൾ അടക്കമുള്ളവർ ശക്തമായി നിന്നുകൊണ്ട് അയ്യപ്പ സേവാ സംഘം, അയ്യപ്പ ധർമ്മസേന അടക്കം ശക്തമായി നിന്നുകൊണ്ടാണ് ആ വിഷയത്തിൽ വിജയിക്കാൻ കഴിഞ്ഞത്. പിന്നെ എല്ലാ ഭക്തജന സംഘടനകളും. അപ്പോൾ ഈ വിഷയം
ഈ വിഷയത്തിൽ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും സുപ്രീം കോടതി എടുക്കുന്ന വിധിന്യായം ഈസ് ഗോയിങ് ടു സ്റ്റേ ഫോർ എവർ. കാര്യം ഇനി ഒരു 9 അംഗ ബെഞ്ചൊന്നും കോൺസ്റ്റിറ്റ്യൂട്ട് ആവില്ല. 9 അംഗ ബെഞ്ച് വളരെ റെയർ ആയിട്ടേ കോൺസ്റ്റിറ്റ്യൂട്ട് ആവും. ഇല്ല എന്നുള്ള അസംഷനിൽ ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇത് ദേവസ്വം ബോർഡിനോട്, ദേവസ്വം മന്ത്രിയോട്, മുഖ്യമന്ത്രിയോട് കൂടി നിങ്ങൾ ചോദിക്കണം. അവർ കൊടുക്കാൻ പോകുന്ന നിലപാട് എന്താണ്? ഒളിച്ച് കളിക്കരുത്, അഴകുഴമ്പൻ നിലപാടെടുക്കരുത്. ശബരിമല യുവതി പ്രവേശനത്തിന് അനുകൂലമാണെങ്കിൽ അങ്ങനെ, അനുകൂലമല്ലെങ്കിൽ അങ്ങനെ, ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നൊരു നിലപാട് പറയണം. ഉണ്ടില്ല എന്നൊരു നിലപാട് നമുക്ക് പറയുന്ന രീതി CPM ഗവൺമെന്റും അവസാനിപ്പിക്കണം. ദേവസ്വം ബോർഡിന്റെ നിലപാട് ശക്തമാകണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. സ്വാമിയേ ശരണമയ്യ.